ഹരി ഓം. ദശകം 69, ശ്ലോകം 9. മോദസേംനി ഭുവനം വിലാപ്യ വികൃതിം സമാപ്യ ച തതോ വിഭോ കേളി സംഹൃദിതനന്മലാംഗനവ ഖന്മലേശ സുഭഗാത്മനാം മന്മഥാസകനചേതസാം പശുപയോഷിതാം സുഹൃദചോദിത താപദാകലിതമൂർത്തിരാദധിത മാരവീരപരമോത്സവാൻ. ഇരിച്ചു നോക്കാം. മോദ സീംനി ഭുവനം വിലാപ്യ വിഹൃതിം സമാപ്യ ച തതഃ വിഭോ. മോദസീംനി ഭുവനം വിലാപ്യ വിഹൃതിം സമാപ്യ ച തതോ വിഭോ കേളി സംമൃദിത നിർമ്മല അംഗ നവഘർമ്മ ലേശ സുഭഗ ആത്മനാം കേളി സംമൃദിത നിർമ്മലാംഗ നവഘർമ്മലേശ സുഭഗാത്മനാം മന്മഥാസഹന ചേതസാം മന്മഥ അസഹനയാണ്. മന്മഥാസഹന ചേതസാം പശുപയോഷിതാം സുകൃത ചോദിതഃ. മന്മഥാസഹന ചേതസാം പശുപയോഷിതാം സുഹൃദചോദിത താവദാകലിത മൂർത്തിഃ മൂർത്തിരാദധിത താവദാകലിത മൂർത്തിരാദധിത മാരവീര പരമോത്സവാൻ താവദാകലിത മൂർത്തിരാദധിത മാരവീരപരമോത്സവാൻ. ശ്ലോകം 9 അന്വയവും അർത്ഥവും. തതഃ വിഭോ ഭുവനം മോദസീംനി വിലാപ്യ വികൃതിം സമാപ്യ ച കേളി സംമൃദിത നിർമ്മലാംഗ നഭകർമ്മലേശ സുഭഗാത്മനാം മന്മഥ അസഹന ചേതസാം പശുപയോഷിതാം സുഹൃദചോദിതഃ താവദാകലിതമൂർത്തിഃ മാരവീരപരമോത്സവാൻ ആദദിധ. തതഃ അനന്തരം, അതിനുശേഷം, വിഭോ അല്ലയോ സർവവ്യാപിയായ ഭഗവാനെ, സംബോധനയാണ്. തതഃ വിഭോ അനന്തരം സർവവ്യാപിയായ ഭഗവാനെ ഭുവനം മോദസീംനി വിലാപ്യ വിഹൃതിം സമാപ്യ ച. ഭുവനം ആ ലോകത്തെ മുഴുവൻ മോദസീംനി പരമാഹ്ലാദത്തിൽ മോദസീംനി വിലാപ്യ ലയിപ്പിച്ചു. ലോകത്തെയാകെ പരമാഹ്ലാദത്തിൽ ലയിപ്പിച്ച് വിഹൃതിം സമാപ്യ ക്രീഡ അവസാനിപ്പിക്കുകയും ചെയ്ത് കേളി സംമൃദിത നിർമ്മലാംഗ നവകർമ്മലേശ സുഭഗാത്മനാം. കേളി സംമൃദിത ആ രാസക്രീഡ ചെയ്തപ്പോൾ ഉണ്ടായ ആ മർദ്ദനത്തിൽ അതത് അവയവങ്ങളിൽ അല്പാൽപമായിട്ട് വിയർപ്പ് പൊടിഞ്ഞു. അപ്പോൾ അങ്ങനെ ആ വിയർപ്പ് പൊടിഞ്ഞു. അതോ അഴുക്ക് ഇല്ലാത്തതായിട്ടുള്ള വിയർപ്പ് നീർത്തുള്ളികളായിട്ട് സുന്ദരഗാത്രികളായി തീർന്നവരും. അതാണ് കേളി സംമൃദിത നിർമ്മലാംഗ നവകർമ്മലേശ സുഭഗാത്മനാം. അപ്പോൾ ആ രാസക്രീഡയിലെ വല്ലാത്ത ഈ മർദ്ദനങ്ങൾ കാരണം അതത് അവയവങ്ങളിൽ അല്പാൽപമായിട്ട് വിയർപ്പ് പൊടിഞ്ഞു. ആ വിയർപ്പ് അഴുക്കില്ലാത്ത വിയർപ്പായിരുന്നു. അങ്ങനെ വിയർപ്പ് തുള്ളികളാൽ സുന്ദരഗാത്രികളായി തീർന്നവരും മന്മഥ അസഹന ചേതസ. മന്മഥം എന്ന് വെച്ചാൽ കാമവികാരം, അസഹനം താങ്ങാനാവാത്ത
ചേതസ മനസ്സോടുകൂടിയവരും. അപ്പോൾ മന്മഥ അസഹന ചേതസ കാമവികാരം താങ്ങാനാവാത്ത മനസ്സോടുകൂടിയവരുമായ പശുപയോഷിതാം സുഹൃതചോദിത. പശുപയോഷിതാം ആ ഗോപനാംഗമാരുടെ സുഹൃതചോദിത സുഹൃതം പ്രേരിപ്പിച്ചിട്ട്, ഗോപനാംഗമാരുടെ സുഹൃതം പ്രേരിപ്പിച്ചിട്ട് താവതാകലിതമൂർത്തി എത്ര ഗോപികമാരുണ്ടോ അത്രയും മൂർത്തിയായിട്ട് കൈക്കൊണ്ടു ഭഗവാൻ. എത്രയെത്ര ഗോപികമാരുണ്ടോ അത്രയും കൃഷ്ണന്മാരും ഉണ്ടായി. അങ്ങനെ കൈക്കൊണ്ടിട്ട് അത്രയും മൂർത്തിയായിട്ട് കൈക്കൊണ്ടിട്ട് മാരവീരപരമോത്സവാൻ ആദദിത പല കാമക്രീഡ മഹോത്സവങ്ങളും വേണ്ടുവോളം നിർവഹിച്ചു. അല്ലയോ സർവവ്യാപിയായ ഭഗവാനെ, നിന്തിരുവടി അനന്തരം ആ ലോകത്തെ മുഴുവൻ ആനന്ദത്തിൻ്റെ അങ്ങേ അറ്റത്തെത്തിച്ച് ആ പരമമായ ബ്രഹ്മാനന്ദ രസത്തിൽ ലയിപ്പിച്ച് തൻ്റെ നൃത്തം അവസാനിപ്പിച്ചു. ആ ഗോപാംഗനമാരുടെ സുഹൃതത്താൽ പ്രേരിതനായിട്ട് നിന്തിരുവടി എത്ര ഗോപികമാരുണ്ടോ അത്രയും ദിവ്യമംഗളമൂർത്തികളായിട്ട് കൈക്കൊണ്ടിട്ട് ആ നൃത്തത്തിൻ്റെ അധ്വാനത്താൽ അല്പാൽപമായി വിയർപ്പ് പൊടിഞ്ഞ് ആ നിർമ്മലമായിട്ടുള്ള ആ ശരീരത്തോടു കൂടിയവരും കാമവികാരം കൊണ്ട് അസഹനീയാവസ്ഥയെ പ്രാപിച്ച മനസ്സോടുകൂടിയവരുമായ ആ ഗോപികമാരോടൊപ്പം പല ലീലാ മഹോത്സവങ്ങളും മതിയാവോളം നിർവഹിച്ചുവല്ലോ. മോദസേം നിഭുവനം വിലാപ്യ വിഹൃതിം സമാപ്യ ച തതോ വിഭോ കേളി സംഹൃദിത നന്മലാംഗനവ ഖന്മലേശ സുഭഗാത്മനാം മന്മഥാസകന ചേതസാം പശുപയോഷിതാം സുഹൃതചോദിത താപദാകലിതമൂർത്തിരാദധിത മാരവീരപരമോത്സവാൻ.